നമ്മൾ ഈ സീരീസിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മൾ കുറ്റബോധത്തെക്കുറിച്ചല്ല സംസാരിച്ചുകൊണ്ടിരിക്കണല്ലേ. ഈ സീരീസിൽ മൊത്തം അതായിരുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ 16 വീഡിയോസ് ഉണ്ട്. അതായത് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതാണ്: നിങ്ങളെ തന്നെ എത്ര കാലം കൂടി ആണ് ഇങ്ങനെ കുറ്റബോധത്തിൽ ശിക്ഷിക്കാൻ പോണത്? ചിലർക്ക് അങ്ങോട്ട് വിടാൻ വയ്യ കുറ്റബോധം. ചിലർ 10 വർഷം മുമ്പത്തെ ഒരു മോശം തീരുമാനത്തിന് ഇന്നും എപ്പോഴോ മനുഷ്യനില്ലേ ഒരിക്കൽ നിയന്ത്രണം നഷ്ടപ്പെട്ടതിനും നിങ്ങൾ സ്നേഹിച്ച ഒരാളെ വേദനിപ്പിച്ചു എന്നുള്ള കാരണത്താൽ ഇന്ന്, അല്ലെങ്കിൽ നമ്മൾ ഇതിന്ന് പാഠം പഠിച്ചെങ്കിൽ കഴിയുന്ന സ്ഥലത്തൊക്കെ അത് പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ക്ഷമ ചോദിക്കേണ്ടവരോട് ക്ഷമ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പെരുമാറ്റം മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഇനി എന്തിനാ നിങ്ങളെ തന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെയാണ് ഈ സീരീസിൻ്റെ മുഴുവൻ സന്ദേശമുള്ളത്. കുറ്റബോധം തെറ്റാണ്, പശ്ചാത്താപമാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. തെറ്റ് ചെയ്തതിനെക്കുറിച്ചുള്ള ആരോഗ്യകരമായ കുറ്റബോധം, അതായത് പശ്ചാത്താപം, ചിലപ്പോൾ നമ്മളെ തിരുത്തലിലേക്ക് നയിച്ചേക്കാം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ തെറ്റ് ചെയ്തു എന്ന ബോധം, അതല്ലെങ്കിൽ ഞാൻ തന്നെ ഒരു തെറ്റാണ് എന്ന സ്വയം വെറുപ്പായിട്ട് മാറുമ്പോഴാണ് അവിടെയാണ് മനുഷ്യൻ തകരുന്നത്. അതുകൊണ്ട് തെറ്റിനെ നമ്മൾ അംഗീകരിക്കണം, പക്ഷേ നിങ്ങളൊരു തെറ്റായിട്ട് നിങ്ങൾ നിർവചിക്കരുത്. ഈ 16 എപ്പിസോഡുകളിലൂടെ നമ്മൾ ഒരു മനുഷ്യനെ വളരെ അടുത്ത് നിന്ന് നോക്കി, അല്ലേ? അവൻ്റെ ഉള്ളിലെ നിഴൽ നമ്മൾ കണ്ടു, അവൻ്റെ പഴയ ശീലങ്ങൾ കണ്ടു, ദേഷ്യം കണ്ടു, ഭയം കണ്ടു, ക്ഷീണം കണ്ടു, അസൂയ കണ്ടു, അവൻ്റെ മുഖംമൂടികൾ കണ്ടു, അവൻ്റെ മുറിവുകൾ കണ്ടു, അവൻ്റെ ബ്രെയിന് എങ്ങനെയാണ് പഴയ വഴികളിലേക്ക് തിരിച്ചു പോകുന്നത് എന്ന് കണ്ടു. ഇനി ഈ മനുഷ്യനെ ഒന്ന് ദൂരത്തുനിന്ന് നോക്കിയാലുണ്ടല്ലോ, എന്തൊരു അത്ഭുത ജീവിയാണ് ഈ മനുഷ്യൻ. ഒരു ഭാഗത്ത് ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന മനുഷ്യൻ, അല്ലെ? സ്നേഹിക്കാൻ കഴിയുന്ന മനുഷ്യൻ, ശാസ്ത്രം സൃഷ്ടിക്കുന്ന മനുഷ്യൻ, കല സൃഷ്ടിക്കുന്ന മനുഷ്യൻ, കമ്പനികൾ നിർമ്മിക്കുന്ന മനുഷ്യൻ, കുടുംബങ്ങൾ നിർമ്മിക്കുന്ന മനുഷ്യൻ, മറ്റുള്ളവർക്കായി സ്വന്തം ജീവിതം പോലും ത്യജിക്കുന്ന മനുഷ്യൻ. അതേ മനുഷ്യന് ചിലപ്പോൾ ഒരു ചെറിയ വാക്കിൻ്റെ പേരിൽ നിയന്ത്രണം നഷ്ടപ്പെടാം, അസൂയ വരാം, ഭയം തോന്നാം, കള്ളം പറയാം, തെറ്റ് ചെയ്യാം. പിന്നീട് സ്വന്തം തെറ്റിനെക്കുറിച്ച് ആലോചിച്ച് കരയാനും കഴിയണ മനുഷ്യൻ. ഇതാണ് മനുഷ്യൻ. അവനെ ദൈവമാക്കേണ്ട, എന്നാൽ അവനെ മൃഗമെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും വേണ്ട. അവനെ മനുഷ്യൻ, ആ മനുഷ്യനായിട്ട് കാണുക. ആദ്യം നിങ്ങളെ തന്നെ നിങ്ങൾ കാണാൻ പഠിക്കണം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയോ? നമ്മളോട് അസാധ്യമായ ഒരു കരാറുണ്ടാക്കിയിരിക്കുക. ഇനി ഒരിക്കലും എനിക്ക് ദേഷ്യം വരരുത്, ഇനി ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യരുത്, ഇനി ഒരിക്കലും ഞാൻ തളരരുത്, ഇത്രയും അറിവുള്ള ഞാൻ ഇങ്ങനെ പെരുമാറാൻ പാടില്ല എന്ന് മനുഷ്യങ്ങൾ സ്വയം നിശ്ചയിച്ചിരിക്കുക. ആരാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കിയത്? നമുക്ക് അറിവ് ലഭിച്ചത് കൊണ്ട് പറ്റിയൊരു പ്രശ്നമാണത്. പക്ഷെ അറിവ് കിട്ടിയെന്ന് വെച്ചാൽ മനുഷ്യനാവൂലേ? മനുഷ്യൻ തന്നെ ആവും. സൈക്കോളജി പഠിച്ചു എന്നുള്ളതുകൊണ്ട് വികാരങ്ങൾ അവസാനിക്കുമോ? ഒരുപാട് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ദേഷ്യം എന്നേക്കുമായി ഇല്ലാതാവുമോ? ലീഡർഷിപ്പ് പഠിച്ചത് കൊണ്ട് എല്ലാ തീരുമാനങ്ങളും ശരിയാവില്ല. ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ട് പഴയ സ്വഭാവങ്ങൾ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ഒരു ഉറപ്പുമില്ല. തിരിച്ചു വരില്ല എന്ന് പറഞ്ഞാലും വലിയൊരു വ്യത്യാസമുണ്ട്. അതായത് മുമ്പ് ദേഷ്യം വന്നപ്പോൾ ചിലപ്പോൾ 2 ദിവസം ദേഷ്യത്തിലായിരുന്നു, ഇന്ന് 2 മണിക്കൂറിൽ തിരിച്ചു വന്നു. ബൗൺസിങ് ബാക്ക്, തിരിച്ചു വരാനുള്ള കഴിവ്, ഇതാണ് നമ്മൾ വളർത്തിയിരിക്കുന്നത്. ദേഷ്യം വരാതിരിക്കാനല്ല, ദേഷ്യം വന്നാൽ എത്ര പെട്ടെന്ന് നമ്മൾ തിരിച്ചു വരുന്നു. ഇപ്പോൾ മെസ്സി അല്ലെങ്കിൽ റൊണാൾഡോ ഒക്കെ കരയാണ് പബ്ലിക്കിൽ നിന്നിട്ട്, എന്നുവെച്ചാൽ അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക അല്ല. പിന്നെ നമുക്കത് മാറ്റാൻ പറ്റും. 2 മണിക്കൂറിലായി 20 മിനിറ്റുള്ളിൽ നമുക്ക് തിരിച്ചു വരാം. ഇങ്ങനെ ഒരു ദിവസം ദേഷ്യം വരുമ്പോൾ തന്നെ നമ്മളത് കാണാൻ തുടങ്ങും. സീന് മാറുന്നുണ്ട്. ഇതാണ് വളർച്ച. വികാരം ഇല്ലാതാകുന്നതല്ല, വികാരത്തിനും നിങ്ങളുടെ പ്രവൃത്തിക്കും ഇടയിൽ, അതായത് ദേഷ്യം ഇങ്ങനെ വരുന്നുണ്ട്, പിന്നെ നമ്മൾ ആക്ഷനിലേക്ക് പോകുന്നത്, അല്ലേ? അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഇടം സൃഷ്ടിക്കണം, ഒരു ഗ്യാപ്പ്. ആ ചെറിയ ഇടത്തിനുള്ളിലാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം. അത് ഇമോഷൻ വന്നു നേരെ പ്രവൃത്തിക്ക് പോവല്ല. എന്ത് പ്രവർത്തിക്കണം എന്നുള്ളത് അവിടെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒരു കാര്യം പറയാൻ അങ്ങോട്ട് തള്ളി വന്നു, ഇവിടത്തെ മിണ്ടാതിരിക്കണോ അതോ പറയണോ, അതോ അവിടെ നിന്ന് മാറി നിൽക്കണമോ, അല്ലെങ്കിൽ തൽക്കാലം ക്ഷമിക്കണമോ, അല്ലെങ്കിൽ അതിർത്തി വെക്കണമോ? ഓവറായിട്ട് ക്ഷമിക്കല്ല. ഇതാണ് നമ്മൾ പരിശീലിപ്പിക്കേണ്ട മനുഷ്യൻ, അല്ലാതെ പൂർണ്ണനായിട്ടുള്ള മനുഷ്യനല്ല. അത് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന മനുഷ്യൻ. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ പഴയ മനുഷ്യൻ, നമ്മൾ ഒരുപാട് ട്രെയിനിങ് കൊടുത്ത് നമ്മൾ പുതിയ ആളായി എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മുടെ പഴയ മനുഷ്യൻ പുറത്തു വന്നാലും ഞെട്ടണ്ട, അയാളൊന്ന് നോക്കുക. ഓ, നീ ഇപ്പോൾ അവിടെ തന്നെ ഉണ്ടല്ലേ എന്ന് മനസ്സിൽ പറയാം. എന്നിട്ട് ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇപ്പോൾ പുറത്ത് വന്നത്? ഉറക്കക്കുറവായിരുന്നോ? നമ്മളോട് ചോദിക്കുകയാണ്. നമ്മുടെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് പോയപ്പോൾ ഉറക്കക്കുറവായിരുന്നോ?
അതോ വിശപ്പ് ഉണ്ടോ നിങ്ങൾക്ക്? ആരെങ്കിലും അപമാനിച്ചു എന്ന് തോന്നിയോ? അല്ലെങ്കിൽ പേടിച്ചോ? അല്ലെങ്കിൽ നീ സമ്മർദ്ദത്തിലാണോ? പഴയൊരു മുറിവാണോ നിൻ്റെ ഇപ്പോൾ മൂഡ് ഓഫ് ആക്കിയത്? ഇതാണ് സെൽഫ് അവെയർനെസ്. ഇവിടെയാണ് പേഴ്സണൽ മെൻറ്ററിങ്ങിലും ES-ലൊക്കെ ഇന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റത്തിലൊക്കെ ഞാൻ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് സംരംഭകരും പ്രൊഫഷണൽസും പലപ്പോഴും അവർ വിചാരിക്കുന്നത് എന്താ, ഒരു പെർഫോമൻസ് പ്രശ്നത്തിന് കൂടുതൽ അറിവ് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെയല്ല, അറിവ് നമ്മുടെ കയ്യിൽ ആവശ്യത്തിലേറെയുണ്ട്. അപ്പം അതാണ് പ്രശ്നം ശരിക്കും, അല്ലേ? പ്രോബ്ലം എവിടെ കിടക്കുന്ന നിങ്ങൾക്ക് അത് ഉപയോഗിക്കാനുള്ള ഊർജമില്ല, വ്യക്തത ഇല്ല, ക്ലാരിറ്റി ഇല്ല. നമുക്ക് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, EQ ഇല്ല, ഇമോഷണൽ റെഗുലേഷൻ ഇല്ല. സ്വന്തം പാറ്റേൺസ്, അതായത് ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ടെന്ന് അതിൻ്റെ പാറ്റേൺ അത് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ട് തന്നെ നിയന്ത്രിക്കാനുള്ള ബോധമില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ പെർഫോമൻസ് ഉയർത്തണമെങ്കിൽ അവൻ എന്താണ് അറിയാനുള്ളത്. അറിഞ്ഞു കഴിഞ്ഞാൽ കുറ്റബോധം വരുന്നത്, അറിഞ്ഞാലേ കുറ്റബോധം വരുന്നത്, അറിയാത്തതുകൊണ്ട് കുറ്റബോധം വരല്ലോ. ഇത് അറിവ് കൂട്ടുന്നതിനനുസരിച്ച് എന്താ കൂടുന്നത്? കുറ്റബോധം കൂടുകയാണ്. അപ്പോൾ എന്തെങ്കിലും കാരണത്താൽ നമ്മൾ വിചാരിച്ച പോലെ പ്രവർത്തിക്കണമെങ്കിൽ അപ്പം എന്താണ് അവസ്ഥ അത് നോക്കണം. കാരണം ഒരേ മനുഷ്യൻ രണ്ട് വ്യത്യസ്ത മെൻ്റൽ സ്റ്റേറ്റിൽ, നമ്മൾ മൈൻഡ് സെറ്റ് എന്നാ പറയാം. ദേഷ്യം പിടിക്കുമ്പോൾ ഒരാൾ, സന്തോഷത്തിലൊരാൾ, വീട്ടിലൊരാൾ, ഓഫീസിലൊരാൾ, രണ്ട് വ്യത്യസ്ത മെൻ്റൽ സ്റ്റേറ്റിൽ രണ്ട് വ്യത്യസ്ത തീരുമാനങ്ങൾ എടുക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഊർജം സംരക്ഷിക്കുക, ഉറക്കം, റെസ്റ്റ് സംരക്ഷിക്കുക, ശരീരം സംരക്ഷിക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ആരെയാണ് പ്രവേശിപ്പിക്കുന്നത് അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ അനാവശ്യമായ യുദ്ധങ്ങളിൽ നിങ്ങളുടെ ഊർജം കളയരുത്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഇപ്പോൾ തീരുമാനം എടുക്കാൻ പറ്റിയ സമയമാണോ, അത് ഞാൻ ഇമോഷണലാണോ, ഞാൻ അതിയായ സന്തോഷത്തിലാണോ, അതിയായ ദേഷ്യത്തിലാണോ, ക്ഷീണത്തിലാണോ, നിങ്ങളെ സ്റ്റേറ്റ് ഒന്ന് പരിശോധിക്കുക. ഇതൊന്നും ചെറിയ കാര്യമില്ല. ഇങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ തിരിച്ചറിവ് മറ്റുള്ളവരുടെ കാര്യത്തിലും നമ്മളൊന്ന് നോക്കണം. അതായത് ഇപ്പോൾ നമ്മുടെ ഭാര്യ ഒരു തെറ്റ് ചെയ്തു, ആ ഒരു നിമിഷം അവളുടെ മനുഷ്യത്വത്തെ നമ്മൾ കാണണം. ഒരു മനുഷ്യനാണത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ പെരുമാറ്റത്തെ തടയേണ്ടടുത്ത് തടയാം, പക്ഷെ ആ മനുഷ്യന് മുഴുവൻ തള്ളിക്കളയരുത്. നിങ്ങളുടെ മകൻ പരാജയപ്പെടുമ്പോൾ ആ പരാജയത്തെ അവൻ്റെ ഐഡൻറ്റിറ്റി ആക്കരുത്. എടാ നീ ഒരു പരാജയമാണ് എന്ന് പറയരുത്. അതുപോലെ ഒരു ജീവനക്കാരൻ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് തിരുത്താം, സാധ്യമെങ്കിൽ ആ മനുഷ്യനെ വളർത്തുക. അതാണ് കരുണ. പക്ഷെ ഈ കാര്യം നമ്മൾ ഓർക്കണം, എന്ത്, കരുണക്ക് ഒരു ബൗണ്ടറി ഉണ്ട്. ബൗണ്ടറി ഉണ്ട്. ആരെങ്കിലും നിങ്ങളെ നിരന്തരമായിട്ട് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അയാൾ മനുഷ്യനല്ലേ എന്ന് പറഞ്ഞ് എല്ലാം സഹിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാക്കാം, ക്ഷമിക്കാം. അതോടൊപ്പം ഇനി ഈ ഒരു പീഡനം നമുക്കുണ്ടാവാൻ പാടില്ലല്ലോ. അതിന് വേണ്ടത് എന്താ വെച്ചാൽ ചെയ്യാം. നമ്മൾക്ക് ടെൻഷൻ വരണോ വേണ്ടെന്നുള്ളത് നമ്മൾ അതിനെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ടാവും. അത് അവിടെ നടന്നോട്ടെ. നിയന്ത്രിക്കാൻ പറ്റണമെങ്കിൽ നിയന്ത്രിക്കുക, അവിടെ മാറി നിൽക്കാൻ പറ്റുമെങ്കിൽ മാറി നിൽക്കുക. ഇനി അതൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ ടെൻഷൻ ആവണോ വേണ്ടെന്നുള്ള തീരുമാനം നമുക്കെടുക്കാൻ പറ്റണം. അതാണ് ശക്തി. ഇനി ഈ സീരീസിൻ്റെ ഇപ്പോൾ ലാസ്റ്റിലാണ്. ഇപ്പോൾ നിങ്ങളുടെ ഭൂതകാലത്തിൽ നിങ്ങളോട്, അത് നമ്മുടെ കുറ്റം ചെയ്ത വ്യക്തി ഉണ്ടല്ലോ, അയാളോട് ഒരു കാര്യം പറയണം. അന്ന് നിങ്ങൾക്ക് ഇന്നത്തെ അറിവുണ്ടായിരുന്നില്ല. അന്നത്തെ ആ ചെയ്ത സമയത്തുള്ള ഊർജ്ജം, എനർജി തന്നെ വേറെ ആയിരുന്നു. അന്നത്തെ സാഹചര്യങ്ങൾ വേറെയായിരുന്നു. അതുകൊണ്ട് തെറ്റ് ശരിയായിരുന്നു എന്നല്ല, തെറ്റ് തന്നെ. പക്ഷേ ഇന്ന് അതിൽ നിന്ന് പഠിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം. അതിനാൽ ഭൂതകാലത്തിലേക്ക് പോകേണ്ടി വന്നാൽ എന്തിനു പോകണം? പഠിക്കാൻ വേണ്ടി പോവുക. സ്വയം ശിക്ഷിക്കാൻ വേണ്ടി പോകരുത്. നിങ്ങളുടെ ആ മുറിവുകളിൽ നിന്ന് വിവേകം വളർത്താൻ വേണ്ടിയിട്ട് പോവുക. നിങ്ങളുടെ പരാജയങ്ങളിൽ നിന്നുള്ള ആ ഡേറ്റ അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങളെ തെറ്റുകളിൽ നിന്ന് നിങ്ങൾ പുതിയ സിസ്റ്റം ഉണ്ടാക്കണം. അല്ലാതെ ആ സമയം വരുമ്പോൾ ഞാൻ ഇനി വേറെ രീതിയിൽ പെരുമാറും എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. സിസ്റ്റം ഉണ്ടാക്കണം. അതായത് ഞാൻ ആ സമയത്ത് എന്താണ് ചെയ്യാൻ പോകണമെന്നുള്ള കൃത്യമായിട്ട് നമ്മൾ റിഹേഴ്സൽ ചെയ്ത് പഠിച്ച് പരിശീലിച്ച് വെക്കണം. സിസ്റ്റമായി മാറണം. എന്നിട്ട് തിരിച്ച് വരിക. അതായത് ഭൂതകാലത്തിന് തിരിച്ചു വരിക. നിങ്ങളുടെ ജീവിതം നടക്കുന്നത് ഭൂതകാലത്തിലല്ലല്ലോ, അതിപ്പോഴല്ലേ, ഇവിടല്ലേ. ഇനിയും ഇത്രയൊക്കെ പഠിച്ചിട്ടും വീണ്ടും നിങ്ങൾ വീഴാം, വീണ്ടും തെറ്റ് ചെയ്യാം, വീണ്ടും പഴയ മനുഷ്യൻ പുറത്ത് വരാം. അപ്പോൾ വീണിടത്ത് കിടന്നിട്ട് സ്വയം ശപിക്കരുത്. വീണ എഴുന്നേൽക്കുക, പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് എന്താണ് ഇപ്രാവശ്യം സംഭവിച്ചതെന്നുള്ളത് പഠിക്കുക. വീണ്ടും കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയിന്റിൽ ക്ഷമ ചോദിക്കുക, പരിഹരിക്കാൻ കഴിയുന്ന നഷ്ടം പരിഹരിക്കുക. എന്നിട്ട് സിസ്റ്റം വർക്ക് ചെയ്തില്ല, അതുകൊണ്ട് സിസ്റ്റത്തിൽ ഞാൻ എന്ത് മാറ്റാണ് വരുത്തേണ്ടതെന്നുള്ളത് നോക്കുക. എന്നിട്ട് വീണ്ടും അരക്കെട്ടിട്ട് ഉറപ്പിച്ചിട്ട് നമ്മുടെ പോരാട്ടം തന്നെ, നമ്മളുടെ പഴയ സത്വത്തോട് പോരാട്ടം തന്നെ, ആ യുദ്ധം തന്നെ കീഴ്പ്പെടുത്തും.
പക്ഷെ സമയം കൊടുക്കണം. ഇനി ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, അയാളെ പരിശീലിപ്പിച്ചെടുക്കാനാണ്. പാവാണ്. അത് നിങ്ങളെ തന്നെ വെറുത്തുകൊണ്ടല്ല, നിങ്ങളെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലാതെ പൂർണ്ണനാകാൻ വേണ്ടിയിട്ടുമല്ല, ഇന്നലത്തേക്കാൾ കൂടുതൽ ബോധമുള്ള മനുഷ്യനാവാൻ വേണ്ടിയിട്ട്. ഈ കാര്യം ഒന്ന് ഓർത്തു വെക്കുക. നിങ്ങൾ ചെയ്ത ഏറ്റവും മോശം കാര്യം മാത്രമല്ല നിങ്ങൾ പഠിച്ച പാഠങ്ങളും നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തിരുത്തിയ തെറ്റുകളും നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ വീണ്ടും എഴുന്നേറ്റ ദിവസങ്ങളിടല്ലോ, ആ പോരാളി, അതും നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഈ കുറ്റബോധത്തിൽ ജീവിതം കളയരുത്. പശ്ചാത്താപത്തിൽ നിന്ന് പാഠമെടുക്കുക, ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. എന്നിട്ട് മനുഷ്യൻ എന്ന ഈ ഒരു അത്ഭുത പ്രതിഭാസത്തിനെ കൗതുകത്തോടു കൂടി നോക്കുക. മറ്റുള്ളവരോട് കുറച്ചുകൂടി കരുണ കാണിക്കുക. മറ്റുള്ളവരോട് മാത്രമല്ല, നിങ്ങളോടും കരുണ കാണിക്കുക. എന്നിട്ട് വീണ്ടും അരക്കെട്ടിട്ട് ഉറപ്പിച്ചിട്ട് നമ്മുടെ പോരാട്ടം തുടരുക. ജീവിതം ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്.